മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. കുട്ടിക്കഥകൾ. പപ്പു ബാഗും തൊമ്മൻ കുടയും. ഒരിക്കൽ ഒരിടത്ത് ബാലു എന്ന പേരുള്ള മിടുക്കനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. ബാലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കൂട്ടുകാരായിരുന്നു പപ്പു എന്ന ബാഗും തൊമ്മൻ എന്ന കുടയും. നമ്മുടെ പപ്പു ബാഗിന്റെ സൈഡിലുള്ള ചെറിയൊരു പോക്കറ്റിലായിരുന്നു തൊമ്മൻ കുടയുടെ താമസം. എപ്പോഴും ഒപ്പമുള്ളത് കൊണ്ട് അവർ നല്ല ചങ്ങാതിമാരായിരുന്നു. തൊമ്മ, പേടിക്കണ്ട കേട്ടോ, നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കും എന്ന് പപ്പു ഇടയ്ക്കിടെ തൊമ്മനോട് പറയുമായിരുന്നു. അത് കേൾക്കുമ്പോൾ തൊമ്മന് വലിയ സന്തോഷമാകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാലുവിന്റെ പിറന്നാൾ വന്നു. അന്ന് അച്ഛൻ ബാലുവിന് മനോഹരമായ ഒരു സമ്മാനം നൽകി. നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു പുതിയ ലഞ്ച് ബോക്സ്. പിറ്റേന്ന് മുതൽ ബാലു ലഞ്ച് ബോക്സിനെ പപ്പു ബാഗിന്റെ ഉള്ളിൽ സുരക്ഷിതമായി വെക്കാൻ തുടങ്ങി. പക്ഷേ ആ ലഞ്ച് ബോക്സിന് അല്പം ഗമ കൂടുതലായിരുന്നു. അവൻ തൊമ്മൻ കുടയെ കളിയാക്കാൻ തുടങ്ങി. ഹേ പപ്പു, ഈ പഴയ കുടയെ എന്തിനാ നീ എപ്പോഴും കൊണ്ട് നടക്കുന്നത്? എന്നെ നോക്ക്, ഞാൻ എത്ര സുന്ദരനാണ്. ബാലുവിനിപ്പോൾ എന്നെയാണ് ഏറ്റവും ഇഷ്ടം. പുതിയ കൂട്ടുകാരന്റെ പകിട്ട് കണ്ടപ്പോൾ പപ്പുവിനും അല്പം അഹങ്കാരം തോന്നി. അവൻ പാവം തൊമ്മനോട് മിണ്ടാതെയായി. പാവം തൊമ്മൻ സങ്കടപ്പെട്ട് മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ വലിയ മഴ പെയ്തു. വീട്ടിലേക്ക് ഓടുന്നതിനിടയിൽ ബാലു ഒന്ന് തെന്നി വീണു. കയ്യിൽ നിന്ന് പപ്പു ബാഗും തൊമ്മൻ കുടയും ദൂരേക്ക് തെറിച്ചുപോയി. അപ്പോൾ തന്നെ ബാഗിന്റെ ഉള്ളിലിരുന്ന ലഞ്ച് ബോക്സ് പുറത്തേക്ക് തെറിച്ചു വീണു. അതിന്റെ അടപ്പ് അല്പം തുറന്നുപോയി. അയ്യോ, മഴവെള്ളം എന്റെ ഉള്ളിൽ കയറുന്നേ, എന്നെ രക്ഷിക്കണേ എന്ന് ലഞ്ച് ബോക്സ് പേടിച്ച് കരയാൻ തുടങ്ങി. തന്റെ സങ്കടമെല്ലാം മറന്ന് തൊമ്മൻ കുട പെട്ടെന്ന് നിവർന്നു. അവൻ പപ്പുവിനും ലഞ്ച് ബോക്സിനും മുകളിൽ കാവലായി വിരിഞ്ഞു നിന്നു. മഴവെള്ളം മുഴുവൻ തൊമ്മന്റെ പുറത്ത് തട്ടി ദൂരേക്ക് തെറിച്ചുപോയി. പെട്ടെന്ന് തന്നെ മഴ മാറി, വെയിൽ വന്നു. തന്നെ നനയാതെ രക്ഷിച്ച തൊമ്മൻ ചേട്ടനോട് ലഞ്ച് ബോക്സിന് വലിയ സ്നേഹം തോന്നി. ക്ഷമിക്കണം തൊമ്മൻ ചേട്ടാ, നിങ്ങളാണ് ശരിക്കുള്ള ഹീറോ എന്ന് ലഞ്ച് ബോക്സ് പറഞ്ഞു. പപ്പു ബാഗ് തന്റെ പഴയ കൂട്ടുകാരനെ വീണ്ടും സ്നേഹത്തോടെ മുറുകെ പിടിച്ചു. അന്നു മുതൽ അവർ 3 പേരും ബാലുവിന്റെ ഉറ്റ സുഹൃത്തുക്കളായി. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ കുട്ടിക്കഥ ഇഷ്ടമായോ? ഇതുപോലെയുള്ള കഥകൾ ഇനിയും കാണാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അടുത്ത കഥയുമായി നമുക്ക് വേഗം കാണാം.